എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ പോയ കാലത്തെ എമർജൻസിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഇപ്പോൾ പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ, പല നേതാക്കന്മാരുടെ പ്രസ്താവനകളും പ്രസംഗങ്ങളും എല്ലാം ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ്. എനിക്ക് അടിയന്തരാവസ്ഥയെക്കുറിച്ചോ 100% ശരിയെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അത് ചില നല്ലതുകളുമുണ്ട്, ശരിയും തെറ്റുമുണ്ട്. അതേതുമായിക്കോട്ടെ, നമുക്ക് ഈ ഘോരം പ്രസംഗിക്കുന്ന ഈ അടിയന്തരാവസ്ഥയെ കുറിച്ച് സംസാരിക്കുന്ന ആ നേതാക്കന്മാരോടൊന്ന് ചോദിക്കാനുള്ള 1-2 ക്വസ്റ്റ്യൻ, അതൊന്ന് സാധിച്ചാൽ ഒന്ന് മറുപടി തരുന്നത് നന്നായിരിക്കും. ഇന്ന് ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത്? ഇന്ന് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയില്ല എങ്കിൽ തന്നെയും ശരിക്ക് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ കാര്യങ്ങളല്ലേ ഇപ്പോൾ നടക്കുന്നത്. നമ്പർ 1, നീതിപീഠത്തിൽ സേവനമനുഷ്ഠിച്ച അവരെ സ്വന്തം രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ രാഷ്ട്രീയത്തിൽ അപ്പോയിൻമെൻറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി എല്ലാ സുഖസൗകര്യങ്ങളും കൊടുത്ത് അവരങ്ങനെയുള്ളൊരു സ്ഥാനത്തിലേക്ക് മാറ്റിയതിൻ്റെ ചെയ്ത വികാരം എന്താണെന്ന് ഇന്നത്തെ സർക്കാർ ഒന്ന് പറയേണ്ടതാണ്. ഈ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്തത് അദ്ദേഹത്തിനെക്കുറിച്ച് പല ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ശരിവയ്ക്കുന്നതിലുള്ള തെളിവാണ് അദ്ദേഹം റിട്ടയർമെൻ്റ് ആയ ഉടൻ തന്നെ അദ്ദേഹത്തെ നല്ലൊരു പോസ്റ്റിലേക്ക് മാറ്റിയത്. ഇതിന് ഈ ഘോരം പ്രസംഗിക്കുന്നവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? 1. രണ്ടാമത്, ED എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അവർക്ക് BJP ഭരിക്കുന്ന സംസ്ഥാനത്തിൽ ഒരു നിയമം, BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് മറ്റൊരു നിയമം. ഇതെവിടുത്തെ നിയമമാണ്? ഇതാണോ ശരി? ഈ പ്രസംഗിക്കുന്നവർ ഒന്ന് ഇതിനൊക്കെ മറുപടി തരേണ്ടതാണ്. നിങ്ങൾക്ക് ഡൽഹി കേജ്രിവാളിനൊരു നിയമം, മറ്റൊരാൾക്ക് വേറൊരു നിയമം. ഇവരെ പ്രതീക്ഷിക്കുന്ന സമയത്ത് പിടിച്ച് ജയിലിലടയ്ക്കുമുണ്ട്. ഇവർ പുറത്ത് എന്ത് തോന്നിയാസത്തിനും കാണിക്കാം. ഇതാരുടെ കഴിവുകേടാണ്? ഇതാണോ മാന്യത? ഇതാണോ ഭരണത്തിൻ്റെ ഭരണ നേട്ടം എന്ന് പറയുന്നത്? ശരിക്കും ഇതൊരു വകതിരിവില്ലാത്ത രീതിയല്ലേ? ഇനി മറ്റൊന്ന് കേൾക്കാം. ഈ ഇലക്ഷൻ കമ്മീഷൻ, അതിലും ക്ഷേമമാണ്. ഒരു ഇലക്ഷൻ നടന്നാൽ അതിൽ ആർക്കെങ്കിലും പരാതികളുണ്ടെങ്കിൽ ആ പരാതിയെ കേട്ട് അതിന് വ്യക്തമായ മറുപടി കൊടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയാണ്. എത്ര പരാതികൾ, അതായത് ഹരിയാനയിൽ പരാതികളുണ്ടായിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ പരാതികളുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അതിനുള്ള ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താനോ ശാശ്വതമായൊരു വ്യക്തമായൊരു മറുപടി കൊടുക്കാനോ ഇന്നും ഇലക്ഷൻ കമ്മീഷന് സാധിച്ചില്ല. വൈ? എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് മറുപടി കൊടുക്കുന്നില്ല? അപ്പോൾ അതും ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോയതായിട്ടല്ലേ മനസ്സിലാക്കാൻ സാധിക്കുക. ഇലക്ഷൻ കമ്മീഷൻ ഒരു ഇൻഡിപെൻഡൻറ്റ് കമ്മീഷനാണ്. പക്ഷേ ഇവിടെ ഇൻഡിപെൻഡൻ്റ് അല്ല, ആർക്കോ വേണ്ടിയ ദാസപ്പണി ചെയ്യുന്ന ഒരു കമ്മീഷനായിട്ടല്ലേ അത് മാറിയിരിക്കുന്നത്. അടുത്തത്, നമ്മുടെ സമാധാനമായ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുകയാണ്. സ്ത്രീകളെ നഗ്നമായി റോഡിൽ കൂടെ നടത്തി വീടുകൾ തീവച്ച്, കൊള്ളയടിച്ച്, പോലീസ് സ്റ്റേഷൻ തീവച്ച്, എല്ലാവിധ അക്രമങ്ങളും ഉണ്ടായിട്ടുള്ള മണിപ്പൂരിന് ഇന്നുവരായിട്ടൊരു ശാന്തി സമാധാനം കൈവരിക്കാൻ സാധിച്ചോ? ഇല്ല. അവിടെ ഭരിക്കുന്നത് ആരാണ്? ഇതിനെന്തെങ്കിലും മറുപടി പറയാനുണ്ടോ?
ഈ പത്രത്തിൽ വായിച്ചാൽ ഇന്ദിരാഗാന്ധി എമർജൻസി ഇന്ത്യ നശിപ്പിച്ചെന്നാണ് പറയുന്നത്. അടിയന്തരാവസ്ഥ നിശ്ചയിച്ച് ഇന്ത്യയെ നശിപ്പിച്ച് കളഞ്ഞു. ഈ ഇന്ത്യ ഭരിച്ചവരെല്ലാം ബുദ്ധൂസുകളല്ല, മടയന്മാരല്ല, അവർ ബുദ്ധിശാലികളായിരുന്നു. അവരൊക്കെ ഭരിച്ചതുകൊണ്ടാണ് ഇന്നത്തെ ഗവൺമെൻറ് ഇങ്ങനെ നിലനിൽച്ച് ഇത്രയും ഷൈൻ ചെയ്തൊക്കെ കാട്ടിക്കൂട്ടുന്ന ഓരോന്നും. എല്ലാവരും അവരൊക്കെ ഉണ്ടാക്കിയ അടിസ്ഥാനങ്ങൾ തന്നെ, ആ അടിസ്ഥാനത്തിൽ നിന്നിട്ട് തന്നെയാണ് കളിക്കുന്നത്. ശരിയായിട്ടുള്ള അടിസ്ഥാനം ഇല്ലെങ്കിൽ ഈ 10 വർഷം കൊണ്ട് ഈ മോദിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മോദി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മുൻകാലത്തിൽ ചെയ്തവരുടെ അടിസ്ഥാനങ്ങളിൽ നിന്ന്, ആ ഫൗണ്ടറിൽ നിന്നുള്ള ഡെവലപ്മെൻറ്റ്സാണ്. അല്ല പുതിയതായിട്ട് ഇവിടെ എന്ത് ഡെവലപ്മെൻറ്റ് ഒന്നുമില്ല. ഡെവലപ്മെൻറ്റ്സ് കൂടും. ഡെവലപ്മെൻറ്റ്സ് കൂടിയാൽ അഭിവൃദ്ധി ഉണ്ടാകും. അതിപ്പോൾ മോദി മോശം ചെയ്തെന്ന് പറഞ്ഞില്ല. മോശി പലതും ചെയ്തിട്ടുണ്ട്, പലതും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒപ്പം മോദിക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഇന്ന് ഇന്ത്യയിൽ ഉണ്ട്. അതിൽ ഏറ്റവും ഒന്നാണ് ഈ മണിപ്പൂർ. ഒന്നുമായില്ല. അപ്പോൾ ഇതിനൊക്കെ കുറിച്ച് ഭരണപക്ഷം ഒന്ന് ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം നന്നെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ നോട്ട് നിരോധനം കൊണ്ടുവന്നു, പിടിച്ചെടുക്കുന്ന പൈസയിലെ പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് എവിടെ എന്തായി? ഒന്നുമായില്ല. നോട്ട് നിരോധനം വരുന്നത് അതിനു മുമ്പ് തന്നെ അറിയേണ്ടവർ അറിഞ്ഞു കഴിഞ്ഞു. അവരവരുടെ നോട്ട് കെട്ടുകളെല്ലാം മാറ്റി എല്ലാം ഭദ്രമാക്കി. പാവം തെണ്ടിപ്പോയത് പാവം പിടിച്ച ആൾക്കാരാണ്. ഉള്ള നോട്ടുകൾ 500 നോട്ട് മാറാൻ വേണ്ടി ഈ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ തലകറങ്ങി വീണവരുകൊണ്ട് ക്യൂവിൽ നിന്ന് ക്ഷീണിച്ച്, ഇതൊക്കെ എല്ലാം ആരുടെ സമയത്ത് ഉണ്ടായതാണ്? ഇത് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഉണ്ടായതല്ല. അത് എമർജൻസി. അവർ പ്രോമിസ് ചെയ്തത് ഈ നോട്ടുകളെല്ലാം കെട്ടുകൾ അന്യദേശ നോട്ട് എല്ലാ ടാക്സ് ഒക്കെ പിടിച്ചു വെച്ച് എല്ലാ കള്ളപ്പണം എല്ലാം കൊണ്ട് എവിടെ കണക്ക് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ നല്ലയാൾ ചമയാൻ സാധിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മോദി. നല്ല കാര്യങ്ങൾക്ക് എപ്പോഴും അതിനോടൊപ്പം തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ ഇതുവരെ മോദിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പത്രത്തിൽ പരസ്യം നൽകിയും വലിയ ഘോഷം പ്രസംഗിച്ച് നടക്കുകയും ഈ പ്രസ്താവന ഇറക്കുകയും ചെയ്യുന്ന ഈ പ്രാസംഗികരോട് പറയാണ്, എല്ലാം എന്ത് പ്രസംഗം നടത്തിയാലും ഇന്നത്തെ ഇന്ത്യയെക്കുറിച്ചൊന്ന് ചിന്തിക്കുക, പോയ നാളുകളെക്കുറിച്ചൊന്ന് ചിന്തിക്കുക, ഇവിടെയുള്ള ന്യൂനതകളെക്കുറിച്ച് പറയുക. അതാരും പറയില്ല. അങ്ങനെ ആക്കാൻ പാടില്ല. എല്ലാത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് ഈ ഇന്ത്യയിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. ഇപ്പം തരൂറിൻ്റെ കാര്യം, തരൂറിനൊരു ഫൗണ്ടേഷൻ രാഷ്ട്രീയമായി ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. തരൂറിന് ഇഷ്ടമുള്ളിടത്ത് പോകാം, അത് അയാളുടെ റൈറ്റ്സാണ്. ബുദ്ധിശാലിയ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്ന തരൂർ ഒരു പൊളിറ്റീഷ്യനല്ല. അദ്ദേഹത്തിന് ഇപ്പോഴും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവജ്ഞ പോലെ തോന്നുന്നു. എന്തോ എനിക്കറിയില്ല. ചിലപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിൽ കാണുമായിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ നിന്ന് പോകുമായിരിക്കും. ദാറ്റ് ഈസ് ഹിസ് വേ. നമ്മളതിനൊന്നും ഒരു കമൻസ് ചെയ്യുന്നില്ല. സോ എല്ലാ ഇന്ത്യക്കാരോടും ഈ എമർജൻസിയെ വിമർശിച്ച്, അടിയന്തരാവസ്ഥ വിമർശിച്ച് ഈ പ്രസ്താവന നടത്തുന്നവർ ഇന്നത്തെ രാജ്യത്തിൻ്റെ നിലപാടും ഇന്നത്തെ സാഹചര്യവും കൂടെ ഒന്നോർത്തിട്ട് പ്രസംഗിക്കുന്നത് നന്നായിരിക്കും. ഇത് ഒരു ഇന്ത്യൻ പൗരനെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സൈഡിൽ നിന്നുകൊണ്ട് പറയാനുള്ള കോമൺ, ഐ എം ടോക്കിംഗ് ഫോർ ദ കോമൺ ഫാക്ട്സ്. ഓക്കെ, കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK കുമ്പക്കാരൻ. താങ്ക് യു.